തടവുകാരിൽ 70 പിന്നിട്ടവരെയും മാറാരോഗികളെയും ജയിൽ മോചിതരാക്കും. നിർദ്ദേശവുമായി സുപ്രീം കോടതി. രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന 70 പിന്നിട്ടവരെയും മാറാരോഗികളെയും ജയിൽ മോചിതരാക്കാൻ നടപടി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണിത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2022 കണക്ക് പ്രകാരം രാജ്യത്ത് കുറ്റക്കാരായി കണ്ടെത്തിയ തടവുകാരിൽ 27,690 പേർ 50 വയസ്സ് പിന്നിട്ടവരാണ്. 20.8% വരും ഇത്. വിചാരണ തടവുകാരിൽ പ്രായമേറിയവർ 44,955 പേരുണ്ടെന്നും കണക്കുണ്ട്. കർണാടകയിൽ ജയിലിൽ കഴിയുന്ന 93-കാരിയുടെ ദുരന്തം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പ്രായമേറിയവരെ മോചിപ്പിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. സംസ്ഥാനത്ത് 70 വയസ്സ് പിന്നിട്ട തടവുകാരെല്ലാം മോചിതരാകും. ഇവരിൽ പലരും ജീവപര്യന്തം തടവുൾപ്പെടെ അനുഭവിക്കുന്നവരാണ്. കൊലപാതക കേസിലെ പ്രതികളുമുണ്ട് ഇതിൽ. സർവേയുടെ അടിസ്ഥാനത്തിൽ വിവരം ക്രോഡീകരിച്ച് ജനുവരി ആദ്യവാരം അന്തിമ ലിസ്റ്റ് തയ്യാറാക്കും. അതിനുശേഷം ലീഗൽ സർവീസ് അതോറിറ്റി വഴി ജയിൽ മോചനത്തിനുള്ള നിയമ നടപടി സ്വീകരിക്കും. മാർച്ച് 10 വരെയാണ് ഇത് സംബന്ധിച്ച ക്യാമ്പയിൻ. അതേസമയം രാജ്യത്തെ ജയിലുകളിലെ തടവുകാരുടെ എണ്ണം ഉൾക്കൊള്ളാവുന്നതിലും ഏറെയെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകളിലാണ് രാജ്യത്തെ തടവുകാരുടെ എണ്ണത്തിൽ വർധനയുണ്ടായതായി വ്യക്തമാകുന്നത്. തടവുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ജയിലുകളിലെ അന്തേവാസികൾ വർദ്ധിക്കുന്നതാണെന്ന് NCRB റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തടവുകാർ തിങ്ങിപ്പാർക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കുൾപ്പെടെ കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉത്തർപ്രദേശിലെ ജയിലുകളിലാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ തടവുകാരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുള്ളത്. അനുവദനീയമായ തടവുകാരുടെ എണ്ണത്തേക്കാൾ അധികം അന്തേവാസികളുള്ള സംസ്ഥാനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് ഡൽഹിയാണ്.